നമസ്കാരം. വി രാജേഷ് കേരളത്തിലെ BJPയുടെ പല ചാനൽ ചർച്ചകളിലും കണ്ട നേതാവ്. പിന്നീട് BJPയുടെ തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു വി രാജേഷ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് ലോക്സഭ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് രാജേഷ് ആയിരുന്നു. ഈ രാജേഷിനെതിരായുള്ള പോസ്റ്ററുകളാണ് BJPയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന് മുൻപിൽ ഇന്ന് പുലർച്ചെയോടെ പ്രത്യക്ഷപ്പെട്ടത്. ഈ വി രാജേഷ് ആണത്രേ നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്ന, ഇപ്പോൾ അധ്യക്ഷനായി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദം അലങ്കരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തുവാൻ കാരണമെന്നാണ് പോസ്റ്ററുകൾ പറയുന്നത്. ഇത് മാത്രമല്ല, 10-15 വർഷമായി രാകേഷിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം ED വെച്ച് അന്വേഷിക്കണമെന്നും ഈ പോസ്റ്ററുകൾ പറയുന്നു. ആരാണ് BJPയുടെ പുതു ആസ്ഥാന മന്ദിരത്തിന്റെ മുൻപിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിച്ചത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. മുൻപ് പലപ്പോഴും പലതരത്തിലുള്ള ആരോപണങ്ങൾക്കും വിധേയനായ നേതാവാണ് വി രാജേഷ്. അതുകൊണ്ട് തന്നെ വി രാജേഷിനെതിരെയുള്ള പരാതികൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പലരും വിലയിരുത്തപ്പെടുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത്ര നല്ല രീതിയിലല്ലായിരുന്നു കാര്യങ്ങളെന്ന് അന്നത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വാർത്തകളുണ്ടായിരുന്നു. ജില്ലയിലെ പല നേതാക്കളും പ്രവർത്തകരുമെല്ലാം ആറ്റിങ്ങലേക്ക് പ്രചരണത്തിനായി പോയി എന്ന ആരോപണങ്ങളും നിലവിലുണ്ടായിരുന്നു. ഇതിനെല്ലാം ശേഷവും രാജീവ് ചന്ദ്രശേഖരും വി രാജേഷും കൃത്യമായി ഒരുമിച്ച് മുന്നോട്ടു പോകുന്ന പല വേദികളും കണ്ടു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്ന് ആ പദവി ഏറ്റെടുക്കുമ്പോഴാണ് വി രാജേഷിനെതിരെ ഇത്തരത്തിലുള്ളൊരു പരാതി. ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് മാത്രമല്ല എന്ന് പറയുന്നവരുമുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന വലിയൊരു മനുഷ്യൻ പ്രസിഡന്റ് ആകുമ്പോൾ അത് BJPക്ക് ഗുണമുണ്ടാവുമെന്ന് ഭയന്ന് കോൺഗ്രസോ CPMോ ചെയ്ത പണിയാണെന്നും പലരും പറയുന്നു. എന്നാൽ SDPI പ്രവർത്തകരാണ് ഇത് ചെയ്തതെന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും വി രാജേഷിന് എതിരെയുള്ള പോസ്റ്റർ വാർത്തകൾ സത്യമോ മിഥ്യയോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു പ്രസിഡന്റാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയായാൽ രാജേഷിനെതിരെ നടപടിയെടുക്കുമോ അതോ കൂടെ കൂട്ടിച്ചേർത്ത് അടുത്ത പരിപാടികളിൽ പങ്കെടുപ്പിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഈ പോസ്റ്ററും രാജേഷിന്റെ ഭാവിയും തുലനം ചെയ്യുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ കിടക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. നന്ദി, നമസ്കാരം.